നമസ്കാരം. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നാളിതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ദീപകിനെ മനഃപൂർവ്വം തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ യുവതി കുടുക്കുകയായിരുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. വിഷയത്തിൽ വിവിധ സംശയങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. അതായത് മരണത്തിന്റെ തലേ ദിവസം ദീപക് 45,000 രൂപയോളം ബാങ്കിൽ നിന്ന് പിൻവലിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസങ്ങൾ, അതായത് പ്രശ്നം നടന്ന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങൾ വളരെ വളരെ സ്വാഭാവികമായിട്ടാണ് ദീപക് മറ്റുള്ളവരോട് പെരുമാറിയത്. എന്നാൽ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു ബന്ധുവിനോട് വിളിച്ച് നാളെ പ്രത്യേകിച്ചും പ്രധാനമായിട്ടും കാണാനുണ്ട്, ഒന്ന് വരണം എന്നൊക്കെയുള്ള കാര്യം സംസാരിക്കുകയുണ്ടായി. പക്ഷേ പറയുവാനോ സംസാരിക്കുവാനോ ദീപക് നിന്നില്ല. അതിനു മുന്നേ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടാകാം 45,000 രൂപ ഇദ്ദേഹം പിൻവലിച്ചു വച്ചത്? കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ഡീലിന് വേണ്ടി പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടവരോ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ശക്തമാവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഹിസ്റ്ററി അടക്കം പരിശോധിക്കുവാനുള്ള മുറവിളിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതോടൊപ്പം തന്നെ കേരള പോലീസിന് പരാതി നൽകിയെങ്കിലും അസ്വാഭാവിക മരണത്തിനുള്ള കേസാണ് എടുത്തത്. പെൺകുട്ടിക്ക് നേരെ അന്വേഷണം നടത്തുവാനോ പെൺകുട്ടിയെ ഇതിൽ അറസ്റ്റ് ചെയ്യുന്നതിനോ കേരള പോലീസ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, കേരള പോലീസ് ഇതിൽ നിന്ന് കാര്യമായ രീതിയിൽ ഇതിനെ ബന്ധുക്കളെ നിരുത്സാഹപ്പെടുത്തുവാനും കൂടി ശ്രമം നടത്തുമ്പോൾ സംശയം വളരെയധികം ശക്തമാവുകയാണ്. പ്രതിയുടെ രാഷ്ട്രീയവും മതവുമാണോ കേസെടുക്കുന്നതിൽ നിന്നും പോലീസിനെ പിന്തിരിപ്പിക്കുന്നത്? ഇത് നേരെ മറിച്ചായിരുന്നുവെങ്കിൽ എന്തായനെ കേരളത്തിൻ്റെ സമൂഹത്തിൽ സംഭവിക്കുമായിരുന്നത്? പ്രതി BJP-കാരനും വാദി മുസ്ലിം ലീഗുകാരിയും ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരനുമായിരുന്നുവെങ്കിൽ എന്തായിരുന്നതിനെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? പ്രതി മതേതര പാർട്ടിയുടെ ആളാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേസെടുക്കുക? അങ്ങനെ ഒരു നയമാണോ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നറിയാൻ കേരളത്തിൻ്റെ സമൂഹത്തിന് വളരെയധികം താല്പര്യമുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്: പെൺകുട്ടിയെ യാതൊരു രീതിയിലും ശല്യപ്പെടുത്തുവാൻ ഉള്ള ഒരു ശ്രമവും ദീപകിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്നിട്ടും ആസൂത്രിതമായി മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ദീപകിനെ അങ്ങോട്ട് ചെന്ന് മുട്ടുകയായിരുന്നു യുവതി എന്ന തരത്തിൽ തന്നെയാണ് വീഡിയോയിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. പെൺകുട്ടി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പോലും ഇദ്ദേഹം അവിടെ നിന്ന് അനങ്ങിയില്ല എന്നാണ്. അയാൾ ചെയ്യാത്ത തെറ്റിന് എന്തിന് അയാൾ അവിടെ നിന്ന് ഓടാനോ അവിടെ നിന്ന് മാറുവാനോ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ വളരെ പൊതുവായിട്ട് ഒരു പൊതുബോധമുള്ള ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിൽ അയാൾ അനങ്ങുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ പുറകിലേക്ക് നോക്കുന്നത്? സത്യത്തിൽ ഇത്തരത്തിലുള്ള ന്യായങ്ങളും ന്യായവാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ഇവരെ നേരിട്ട് തന്നെ അറസ്റ്റ് ചെയ്ത കേസന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ദീപകിൻ്റെ വീട്ടിൽ ആകെയുള്ള ഒരേ ഒരു ജോലിക്കാരൻ ദീപക് മാത്രമാണ്. ആ കുടുംബത്തിൻ്റെ ഏക സാമ്പത്തിക ആശ്രയമായിരുന്നു ദീപക്. അമ്മയും അച്ഛനും തീർത്തും രോഗികളാണ്. 30 ലക്ഷം ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടത്. ദീപകിൻ്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിന് വേണ്ടത്ര പിന്തുണ പോലീസിൻ്റെയും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ദീപക്കുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം മറ്റൊരു സഹയാത്രിക പങ്കുവച്ചത്, താൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന സമയത്ത് തന്നെ വളരെയധികം സഹായിച്ചത് ഈ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നു എന്ന തരത്തിൽ മറ്റൊരു യുവതി വീഡിയോ പങ്കുവയ്ക്കുണ്ടായി, അവരുടെ ഒരു അനുഭവം പങ്കുവയ്ക്കുണ്ടായി. ഇവിടെ തന്നെ പെൺകുട്ടി ചിത്രീകരിച്ച ദൃശ്യത്തിൽ നോക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകും അവരുടെ ദേഹത്ത് ഒരു രീതിയിലും ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദീപക് തയ്യാറായിട്ടില്ല. പെൺകുട്ടി അങ്ങോട്ട് പോയിട്ട് മുട്ടുകയും വീഡിയോ പ്രചരിപ്പിക്കുകയും അത്തരത്തിൽ ഈ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ശക്തമാകണം. അതായത് ഏതെങ്കിലും രീതിയിൽ തനിക്ക് ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയെ തീർച്ചയായിട്ടും പെൺകുട്ടിക്കെതിരെ കേസെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യണം. കാരണം കേരള സമൂഹത്തെ ബാധിച്ച ഒരു ക്യാൻസർ പോലെയാണ് ഈ രീതിയിൽ വീഡിയോകളെടുത്ത് ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. സത്യത്തിൽ മൊബൈൽ ഫോൺ ഒരു വാർത്താ മാധ്യമമാണ്, ഒരു ആയുധമാണ്. അതായത് ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യം പല പെൺകുട്ടികൾക്കും നേരിടും. അത്തരമൊരു സാഹചര്യത്തിൽ വീഡിയോകൾ എടുക്കുകയും അതിന്
കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുത്താണ് സത്യത്തിൽ ഈ മൊബൈൽ ഫോൺ എന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെ വളരെ വക്രീകരിച്ചും വികലമായിട്ടും ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം പെരുകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നിയമപരമായിട്ടും വളരെ ധാർമ്മികമായിട്ടും നീതി ലഭ്യമാകേണ്ട ആൾക്കാർക്ക് പോലും നീതി ലഭ്യമാകാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും. അതുകൂടി മറ്റുള്ള ആൾക്കാരുടെ കൂടി സുരക്ഷയെ മുൻനിർത്തി ഈ പെൺകുട്ടിയെ കൃത്യമായും തന്നെ നിയമ നടപടികൾക്ക് വിധേയമാക്കേണ്ടതാണ്. പോലീസ് ഇതിൽ യാതൊരു തരത്തിലുള്ള പിന്തിരിപ്പും നയങ്ങളും സ്വീകരിക്കാൻ പാടില്ല. ആ പ്രതിയുടെ മതമോ പ്രതിയുടെ രാഷ്ട്രീയമോ ഇതിൽ യാതൊരു കാരണവശാലും ഇതിന് കേസിനുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള പിന്തിരിയലിനും ബാധകമാകരുത്. ആ ഒരു രീതിയിലായിരിക്കണം ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്കിൽ മാത്രമേ ദീപക് എന്ന ആ ചെറുപ്പക്കാരന് നീതി ലഭ്യമാകുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.